കൂടെയുള്ളത് കേരളത്തിന്റെ അണ്ടർടേക്കറും റെയ്മ സ്റ്റീരിയോ ഒക്കെയാണ്. എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഫ്രെയിംസിലേക്ക്. പിന്നെ ഞങ്ങൾ എന്താണ് റെസ്ലിംഗ് ഓർമ്മകൾ ചെറുപ്പത്തിലെ? റെസ്ലിംഗ് ഓർമ്മകൾ ഇത് തന്നെ, നമ്മൾ ബേസിക്കലി ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ നമുക്ക് കൂടുതലും ഈ റെസ്ലിംഗ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുക, വീട്ടിൽ ചെയ്ത് നോക്കുക, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഈ ഒരു കളർ പരിപാടി നമ്മൾക്ക് ആദ്യത്തെ ഒരു ഫീലാണ് അതൊക്കെ കാണുമ്പോൾ ചെറുപ്പത്തിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കാർഡ്സ് കളിക്കുക, പിന്നെ നമ്മൾ ഈ രാത്രി എപ്പിസോഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ സീക്വൻസ് നെക്സ്റ്റ് ഡേ കാണാൻ പറ്റിയില്ലെങ്കിൽ സ്കൂൾ ബസ്സിലേക്ക് ആയിരിക്കും ഡിസ്കഷനൊക്കെ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടിയായിരിക്കും ആരാണ് ജോൺ സീന, ആരാണ് അണ്ടർടേക്കർ എന്നുള്ള പരിപാടിയിൽ. പക്ഷെ നമുക്കറിയാം നമ്മൾ തന്നെയാണെന്നുള്ള പരിപാടി. പക്ഷെ എന്നാലും ആ ഒരു കൗതുകം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുനടത്തിയത് അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ കൂടുതലും WWE പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ബേസിക്കലി നമുക്ക് അന്ന് നമുക്ക് ഇന്റർനെറ്റ് ഒന്നും ഇല്ല. നമുക്ക് ഈ ജോൺ സീനയുടെ ട്രാക്കൊക്കെ ഇട്ടിട്ട് ചെയ്യാനും പരിപാടി നമ്മൾ തന്നെ പാടും. മണിയടിയൊക്കെ നമ്മൾ അപ്പൊ അതൊക്കെയായിരുന്നു നമുക്ക് കൂടുതലും ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അങ്ങനത്തെ ഓർമ്മകളൊക്കെയാണ് ബേസിക്കലി. അതെ. പിന്നെ അതൊരു സിനിമയിലേക്ക് ഇങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലുണ്ടാകുന്ന എക്സൈറ്റ്മെന്റ്സ് അതൊക്കെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളും നമ്മൾ ഭയങ്കര ഫാനായിട്ട് കണ്ട ഒരു ഷോ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരിക, അതെങ്ങനെ ആ സിനിമയിൽ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അത് വൃത്തിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ നിങ്ങളുടെ 4 പേരുടെ ഒരു പ്രത്യേകത പറയട്ടെ. നിങ്ങൾ 4 പേരും ഭയങ്കര പാവമായിട്ടുള്ള റോളുകൾ ചെയ്യും, അതേപോലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള റോളുകളും ചെയ്യും. നിങ്ങൾ ഈ ഒരു ആക്ഷൻ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ക്യാരക്ടറിലേക്ക് ഇത് ആപ്റ്റ് ആവുമോ എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എങ്ങനെയാണ് ജഡ്ജ്മെൻറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്യാരക്ടർ ആയിരുന്നില്ല, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇതൊരു അടിപൊളി സിനിമയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കൊക്കെ കിട്ടി ആ പോയിന്റിൽ. അതായത്